നമ്മുടെ ഇന്ത്യയുടെ S-400 സമ്മതിക്കാതെ വയ്യ. അതായത് ഇന്ത്യയുടെ വമ്പൻ നഗരങ്ങള് ഡൽഹി, ജയ്പൂർ, ഭോപ്പാൽ, നാഗ്പൂർ തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാൻ തൊടുത്തുവിട്ട പാകിസ്ഥാന്റെ ആണവ മിസൈലിനെയാണ് ഇന്ത്യയുടെ S-400 നിർവീര്യമാക്കിയിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലിനെ ഇന്ത്യയുടെ S-400 നിർവീര്യമാക്കിയ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ റഷ്യ ടോപ്പ് ലെവലിലുള്ള ആണവശേഷിയുള്ള മിസൈലുകൾ ഉക്രൈനെതിരെ പ്രയോഗിച്ചിരുന്നു. അതായത് ഒറഷ്നിക്, സിർക്കോണ് തുടങ്ങിയ മിസൈലുകൾ. ഇതിന് പിന്നിലുള്ള റഷ്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തങ്ങളുടെ മിസൈലുകളുടെ ശക്തി, അതായത് എത്രത്തോളം ശക്തമായ മിസൈലുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ മുന്നിൽ കാണിക്കുക. ഇത്രത്തോളം ശക്തിയുള്ള ആണവ മിസൈലുകൾ കൂടി തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ കാണിക്കുക എന്നതായിരുന്നു റഷ്യയുടെ ലക്ഷ്യം. ഇപ്പോൾ ഇതേ ഒരു തന്ത്രം തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പാകിസ്ഥാനും പ്രയോഗിച്ചു എന്ന് വേണം പറയാൻ. ഓപ്പറേഷൻ സിന്ധുവിനെ അടിസ്ഥാനമാക്കി പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം, ഇന്ത്യയുടെ വിജയകരമായ ഇടപെടലുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ വെസ്റ്റേൺ കമാൻഡ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇക്കാര്യം ഇപ്പോൾ ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആണവ മിസൈലുകൾ പ്രയോഗിച്ചു എന്ന കാര്യം. ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഔദ്യോഗിക വീഡിയോയിൽ സമീപകാലത്തെ സംഘർഷത്തിൽ ചൈനയുടെ A-100, ഫത്തേ-1, ഫത്തേ-2 മിസൈല്, MLRS ആയുധങ്ങൾക്കൊപ്പം ഷഹീൻ ബാലിസ്റ്റിക് മിസൈലുകളും പാകിസ്ഥാൻ ഉപയോഗിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ഈ ഷഹീനെയും മറ്റു മിസൈലുകളെയും എല്ലാം ഇന്ത്യ റഷ്യൻ S-400 വ്യോമ പ്രതിരോധ സംവിധാനവും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈൽ സംവിധാനവും ഉപയോഗിച്ച് നശിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഔദ്യോഗിക വീഡിയോയുടെ വിശകലനം കാണിക്കുന്നത് സംഘർഷത്തിനിടെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നിരവധി ശക്തമായ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നും പറയുന്നു. ഈ ഷഹീൻ ബാലിസ്റ്റിക് മിസൈലിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഷഹീൻ മിസൈൽ പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്ത ഒരു തന്ത്രപ്രധാനവും ആണവശേഷിയുള്ളതുമായ ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് ഇന്ത്യയിലെ ആഴത്തിലുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. ഈ ഷഹീൻ മിസൈൽ പരമ്പരയിൽ വ്യത്യസ്ത ശേഷികളിലുള്ള വിവിധ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഇവയുടെ പരിധി എന്ന് പറയുന്നത് 750 കിലോമീറ്ററിലാണ് ആരംഭിക്കുന്നത്. 1000 കിലോഗ്രാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരെ ഭാരം വഹിക്കാൻ ഇവയ്ക്ക് കഴിയും. ഈ മിസൈലുകൾ ശബ്ദത്തിന്റെ 8 മടങ്ങ് വേഗതയിൽ, അതായത് മാക് 8 വരെ വേഗതയിൽ സഞ്ചരിക്കുകയും 100 മീറ്ററിനുള്ളിൽ കൃത്യത പുലർത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ ഷഹീൻ 2 മിസൈലിന് ഏകദേശം 1500 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. 1000 കിലോഗ്രാമിൽ കൂടുതൽ പേലോഡ് ശേഷിയും ഇതിനുണ്ട്. ഈ ഷഹീൻ 2 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡൽഹി, ജയ്പൂർ, ഭോപ്പാൽ, നാഗ്പൂർ തുടങ്ങിയ പ്രധാന ഇന്ത്യൻ നഗരങ്ങളെ ആക്രമിക്കാൻ വരെ ശേഷിയുള്ള മിസൈലാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്താൻ രൂപകൽപ്പന ചെയ്ത ഷഹീൻ 3 മിസൈൽ പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നും പറയുന്നു. ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഒരു വലിയ ചോദ്യം, ഇങ്ങനെ പാകിസ്ഥാൻ ഈ ഒരു മിസൈൽ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടിട്ടുണ്ട് എങ്കിൽ, S-400 ഇതിനെ നിർവീര്യമാക്കിയിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ എവിടെ പോയി എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രവർത്തന ഘട്ടമാണ്. അതായത് ഇത് 3 ഘട്ടങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ബൂസ്റ്റ് ഘട്ടമാണ്. ഇവിടെ ഈ മിസൈൽ വിക്ഷേപിക്കുകയും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് വെടിയുതിർക്കുകയും ചെയ്യുന്നു. അടുത്തതായി വരുന്ന മിഡ് കോഴ്സ് ഘട്ടത്തിൽ ഈ ഘട്ടം എത്തുമ്പോൾ ഈ മിസൈൽ അന്തരീക്ഷത്തിന് പുറത്തെ ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. ഒടുവിൽ മൂന്നാമത്തെ ഘട്ടം, അതായത് ടെർമിനൽ ഘട്ടത്തിൽ ഈ മിസൈൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു. ഗുരുത്വാകർഷണം ഉപയോഗിച്ച് വേഗത കൂട്ടി ഇത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് ഒരു ബാലിസ്റ്റിക് മിസൈൽ കടന്നു പോകുന്നത്. ഈ മിസൈലിന്റെ മിക്ക പറക്കലുകളും അന്തരീക്ഷത്തിന് പുറത്തുള്ളതും വളരെ ഉയർന്ന വേഗതയിലുള്ളതുമായതിനാൽ അവശിഷ്ടങ്ങൾ പലപ്പോഴും ലക്ഷ്യത്തിനടുത്ത് വീഴുകയോ കണ്ടെത്താൻ സാധിക്കുകയോ ഇല്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഈ അവശിഷ്ടങ്ങൾ കാണിക്കാത്തത്. ഈ നൂർഖാൻ വ്യോമതാവളത്തിൽ നിന്നാണ് പാകിസ്ഥാൻ ഷഹീൻ മിസൈൽ തൊടുത്തുവിട്ടത് എന്ന് പറയുന്നു. ഇന്ത്യയുടെ ബാലിസ്റ്റിക് ഷീൽഡ് ഇതിനെ തടഞ്ഞു നിർത്തുകയും ചെയ്തു എന്നാണ് കരുതുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലിനെ ഇന്ത്യ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ കവച ശേഷിയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തായിരിക്കുമ്പോൾ ഷഹീൻ മിസൈലിനെ തടഞ്ഞു നിർത്തപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാൽ ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല. 1ാം ഘട്ടത്തിൽ ഇത് തടഞ്ഞു നിർത്തിയിരുന്നു എങ്കിൽ വായുവിലൂടെയുള്ള ഫിക്ഷൻ കാരണം ഷഹീൻ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയാതിരുന്നത്. അതേസമയം തന്നെ 2ാം ഘട്ടത്തിലാണ് ഇതിനെ തടഞ്ഞു നിർത്തിയിരുന്നു എങ്കിൽ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്ക് ചിതറിക്കിടക്കുമായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ ഇന്ത്യ ഏത് ഘട്ടത്തിലാണ് ഈ ഷഹീൻ മിസൈലിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്ന് നിലവിൽ വിവരങ്ങളൊന്നും ഇന്ത്യ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇത് സംബന്ധിച്ച് ഒരു വിവരവും ഇന്ത്യ നൽകിയിട്ടുമില്ല.
എന്നാൽ ഇന്ത്യയുടെ പൃഥ്വി മിസൈലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം മിസൈലുകളെ തടയാൻ കഴിയും എന്നതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഇവിടെ മറ്റൊരു കാര്യവും, ഇന്ത്യയുടെ ബാലിസ്റ്റിക് ഷീൽഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ 1ാം ഘട്ടം ഇതിനകം തന്നെ സജീവമാണ്. ഇത് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ ഇപ്പോൾ 2ാം ഘട്ടത്തിലോ 3ാം ഘട്ടത്തിലോ ബാലിസ്റ്റിക് മിസൈലുകൾ വെടിവെക്കാനുള്ള കഴിവ് ഇന്ത്യ നേടിയിട്ടുണ്ടോ എന്നതിൽ അല്പം ആശ്ചര്യവുമുണ്ട്. അതുപോലെ തന്നെ നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്രയധികം നാശം വിതച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷഹീൻ മിസൈൽ പശ്ചാത്തലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നൂർഖാൻ എയർബേസിന്റെ ചിത്രങ്ങൾ ഇത് വീണ്ടും കാണുമ്പോൾ ഷഹീൻ മിസൈൽ വിക്ഷേപിക്കുന്ന സംവിധാനം ഇന്ത്യ യഥാർത്ഥത്തിൽ നശിപ്പിച്ചിരിക്കാമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഏതൊരു രാജ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനം നൽകുന്ന വാർത്തയാണിത്. പ്രതിരോധ മേഖലയിൽ എത്രത്തോളം നമ്മുടെ ഇന്ത്യ വളർന്നിരിക്കുന്നു. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.